എടോ അന്ന് എന്റെ ലൈഫിൽ അങ്ങനെ പറ്റിപ്പോയോ? അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു തെറ്റാന്ന്. പക്ഷെ തെറ്റാന്ന് മനസ്സിലായ സമയത്ത് ഞാൻ അതൊക്കെ വിട്ടു. എന്ന് മാത്രമല്ല, ഞാൻ അവരോട് പോയി സോറി ചോദിച്ചു, ഞാൻ ദൈവത്തോടും സോറി ചോദിച്ചു. പക്ഷെ ഇപ്പോഴും പലരും എന്നെ അങ്ങനെ തന്നെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ആ ഒരു തെറ്റുകാരിയായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ചിലരുടെ സംസാരത്തിൽ നിന്നോ ചിരിക്കുന്നോ അല്ലെങ്കിൽ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുമ്പോഴോ ഒക്കെ ഞാൻ വീണ്ടും ഒരു തെറ്റുകാരിയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുമാത്രമല്ല, ദൈവം എന്നോട് ക്ഷമിച്ചില്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ദൈവത്തോട് നിങ്ങൾ ഒരു സോറി പറഞ്ഞ് ദൈവം നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളെ തെറ്റെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും നിങ്ങളെ കുറ്റം വിധിച്ചിട്ട് കാര്യമില്ല. ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. ദൈവസന്നിധിയിലെ കുറ്റമറ്റ മനസാക്ഷിയോടെ വീണ്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നീതീകരിച്ചവനെ ഈ ലോകത്ത് ഒരു മനുഷ്യനും, അത് ഫ്രണ്ട് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത കൊളീഗോ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആരും ആയിക്കോട്ടെ, ആർക്കും നിങ്ങളെ കുറ്റം വിധിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ കുറ്റം വിധിച്ചാൽ നിങ്ങളോട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവസന്നിധിയിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. സോ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആദ്യം പോയി ദൈവത്തോട് സോറി പറയാം. മനുഷ്യരോട് സോറി പറയേണ്ടെന്നല്ല, സോറി പറയേണ്ട സ്ഥാനത്ത് സോറി പറയണം. പക്ഷേ ദൈവത്തോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ കുറിച്ച് ആരെന്നും പറഞ്ഞോട്ടെ, ഡോണ്ട് വറി, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ ഓൾറെഡി നീതീകരിച്ചു കഴിഞ്ഞു. സോ വി ആർ പെർഫെക്റ്റ്. സോ ഗോഡ് ബ്ലെസ് യു.